നമസ്കാരം, എല്ലാവർക്കും എൻ്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സോക്കിങ്ങിൻ്റെയോ ബീറ്ററിൻ്റെയോ ഓവൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഒരു ക്രിസ്മസ് കേക്ക് നമുക്ക് കണ്ടു കളയാം. ഇവിടെ ഞാൻ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനായി 3 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാനൊരു പാൻ എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. അത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഓറഞ്ച് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. മിക്സിയിൽ കുരു കളഞ്ഞ് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കുക. ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3/4 കപ്പാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. അതുപോലെ കേക്കിനുള്ള മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഓറഞ്ച് ജ്യൂസിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ 1/2 കപ്പായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ സെസ്റ്റാണ്. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെളുത്ത ഓറഞ്ചിൻ്റെ പോർഷൻസ് വരാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ ജ്യൂസിലേക്ക് ചേർക്കുമ്പോൾ നല്ല കയ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് ബോയിലാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇതിനായിട്ട് അണ്ടിപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ, കറുത്ത മുന്തിരി 4 ടേബിൾ സ്പൂൺ, മഞ്ഞ മുന്തിരി 4 ടേബിൾ സ്പൂൺ, ടൂട്ടി ഫ്രൂട്ടി 4 ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ടും മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മിക്സ്ചർ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ്ചർ ഒരു 2 മിനിറ്റ് ബോയിൽ ചെയ്യാൻ സമയം കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിക്സ്ചറൊക്കെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ പഞ്ചസാര അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇത് അലിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് അതിൽ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. അലിഞ്ഞ് വന്നതിന് ശേഷം ഞാനൊരു തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുൾ ബ്രൗൺ ആയതിന് ശേഷം, അതായത് മെൽറ്റായി വന്നതിന് ശേഷമാണ് തവി കൊണ്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏതാണ്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പതഞ്ഞ് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊന്നും വീഴാണ്ട് ഒഴിച്ചു കൊടുക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഈ പഞ്ചസാര പാനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇനി അത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ വേറൊരു ബൗളെടുത്തു. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. മുട്ട പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ബീറ്റർ വേണമെന്നില്ല, ഞാൻ ബീറ്റർ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് മുട്ട പതപ്പിച്ചെടുക്കണമെന്നില്ല, അതിന് പകരം പഞ്ചസാര മുട്ടയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മതി. ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ റിഫൈൻഡ് ഓയിലിനോടൊപ്പം 1/2 ടീസ്പൂൺ എസൻസ്, വാനില എസൻസ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി വീണ്ടും നേരത്തെ പോലെ
മിക്സ് ചെയ്തെടുക്കുക. ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്ത് അലിഞ്ഞ് വരണം, അത് മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര പാനിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് ഇല്ലാത്തവർ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് 1/4 കപ്പ് ആക്കിയതിന് ശേഷം ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ മൈദ 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് 2 പിഞ്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാരയുമായി പൊടിച്ചത്, കറുവാപ്പൊട്ടയുടെ പൊടി 1/2 ടീസ്പൂൺ, ജാതിക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ചുക്ക് 1/4 ടീസ്പൂൺ. ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ പാനി ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ തിക്കല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ പോയി കിടക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്റർ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് മോൾഡ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ എടുത്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക. സൈഡിലും അതേപോലെ ബട്ടർ പേപ്പർ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എയർ ബബിൾസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മുതൽ 15 പ്രാവശ്യം വരെ ടാപ്പ് ചെയ്യുക. ഇനി ഈ ടാപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ പോട്ട് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ ബേക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പോട്ടൊക്കെ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഉപ്പ് വിതറിയാണ് പോട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ചു. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം. ഞാനിനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ആണ് വെക്കുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്പൈസസിൻ്റെ മണമൊക്കെ ഏതാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 1.25 മണിക്കൂർ വരെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. മറ്റുള്ള കേക്ക് പോലെയല്ല, ഈ ഫ്രൂട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ മിനിമം 1 അവർ എടുക്കും. പിന്നെയും ഇത് തുറന്ന് നോക്കാം. ഇനി ഇത് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് വെന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പട കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു ചെറിയ തരി പോലും ഇല്ല. അപ്പോൾ ഇനി നമുക്കിത് ഒരു തുണി കൊണ്ട് മൂടി വെക്കാം കൂളാവുന്ന വരെ. ഇതൊരു മോയിസ്റ്റ് കേക്ക് ആയതുകൊണ്ടാണ് കൂളാവുന്ന വരെ ജസ്റ്റ് ഒരു തുണി കൊണ്ട് മൂടാൻ പറയുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാൻ തുണിയൊക്കെ മാറ്റി നോക്കി. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കേക്കിനെ തിരിച്ചു വെക്കാം. ഇനി അടുത്തത് നമ്മുടെ കേക്കിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കുക. കേക്കിൻ്റെ സൈഡിലും കേക്കിൻ്റെ താഴെയും വെച്ചിരുന്ന ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കുക. നമ്മൾ
നമ്മുടെ കേക്ക് ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഫ്രൂട്ട് കേക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓവനും വേണമെന്നില്ല. അതുപോലെ തന്നെ ഇത് 3 ദിവസം വരെ ഈ കേക്ക് പുറത്ത് തന്നെ വെച്ച് കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. ഫ്രൂട്ട് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.